മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണിയെന്ന WCC നിരവധി ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുവെന്നും WCC ഹൈക്കോടതി അറിയിച്ചു. അതേസമയം സിനിമ കോൺക്ലേവ് ജനുവരിയിൽ നടത്താൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട്. ഷാജി എൻ കരുൺ സമിതിയുടെ കരട് റിപ്പോർട്ട് കോൺക്ലേവിൽ അവതരിപ്പിക്കും. ഷപ്ന സേതുണ്ട്. ഷപ്ന, WCC എന്തൊക്കെ ആശങ്കകളാണ് കോടതിയിൽ ഇന്ന് അറിയിച്ചത്? ഒപ്പം തന്നെ സിനിമ കോൺക്ലേവ് സംബന്ധിച്ചുള്ള സർക്കാർ തീരുമാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളാണ് പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. 26 കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തതായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് WCC ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണിയുണ്ട് എന്ന് കോടതിയെ അറിയിച്ചത്. നിരവധി ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്നാണ് WCCയുടെ അഭിഭാഷക ഹൈക്കോടതിയെ അറിയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം നോഡൽ ഓഫീസറെ നിയോഗിക്കണം എന്ന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഭീഷണി സന്ദേശം ലഭിച്ചവർക്ക് നോഡൽ ഓഫീസറെ പരാതി അറിയിക്കാം. ഈ പരാതികൾ പരിശോധിച്ച് നോഡൽ ഓഫീസർ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകണം എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോഡൽ ഓഫീസറുടെ വിവരങ്ങൾ SAT പരസ്യപ്പെടുത്തണം. അതായത് ഫോൺ നമ്പർ, പേരടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരസ്യപ്പെടുത്തുകയും ഏതെങ്കിലും തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചാൽ ഈ നോഡൽ ഓഫീസറെ നേരിട്ട് അറിയിക്കുകയും ചെയ്യാം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ നടപടി ഇതിൽ സ്വീകരിക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടു. ഈ WCCയുടെ പരാതിയെ തുടർന്നാണ് ഇത്തരം ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ സിനിമ കോൺക്ലേവ് ജനുവരിയിൽ നടത്തും എന്നാണ് ഇന്നിപ്പോൾ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഷാജി എൻ കരുൺ സമിതിയുടെ കരട് റിപ്പോർട്ട് കോൺക്ലേവിൽ അവതരിപ്പിക്കും എന്നും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സിനിമാ നയത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുക എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. സിനിമാ നയം രൂപീകരിക്കണം എന്ന ആവശ്യം നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഈ ഹർജിക്കാരടക്കമുള്ള ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി സിനിമാ നയം ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ഉയർന്നത്. ഇത് സംബന്ധിച്ചാണ് കോൺക്ലേവ് നടത്തുന്നത്. അതിന് ജനുവരിയിൽ ഈ കോൺക്ലേവിന് ശേഷം സിനിമാ നയത്തിൽ അന്തിമ തീരുമാനം എടുക്കും എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഹർജി ഡിസംബർ 3 പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. ശരി ഷപ്ന, വ്യക്തമാണ്. 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, സിനിമ കോൺക്ലേവ് ജനുവരിയിൽ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണി എന്ന WCCയുടെ ആശങ്ക കോടതി അറിയിച്ചതും അതിലെ കോടതി പരാമർശങ്ങളും. ഷപ്ന സീതാണ് വിവരങ്ങൾ നൽകിയത്.